Hi friends, welcome to YouTube channel. ഇന്നത്തെ വീഡിയോ എപ്സന്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത എപ്സന്റെ L15150 എന്ന പ്രിന്റർ മൊബൈലിൽ നിന്ന് എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള സിമ്പിൾ ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമന്റും ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് എപ്സന്റെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. എപ്സൺ ഐ പ്രിന്റ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അവിടെ നമ്മൾ ഈ സെർച്ചിൻ്റെ അവിടെ എപ്സൺ ഐ പ്രിന്റ് എന്നല്ലെങ്കിൽ എപ്സൺ പ്രിൻ്റർ ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ എപ്സൺ ഐ പ്രിൻ്റ് ആണ് ആപ്ലിക്കേഷൻ കാണും. ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം പ്രിൻ്ററിൽ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിരിക്കണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ മൊബൈലിൽ നിന്ന് പ്രിൻ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അത് ഓപ്പൺ ചെയ്തു. അവിടെ ഫസ്റ്റ് ഈ എഗ്രി എന്ന് കൊടുക്കുക, പിന്നെ നെക്സ്റ്റ് പേജിൽ ഇതേപോലെ ഓക്കെ എന്ന് കൊടുക്കുക, ഇവിടെ ക്ലോസ് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഹോം പേജ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഈ മൊബൈലിൽ പ്രിൻ്ററുമായിട്ട് പ്രിൻ്ററിൻ്റെ വൈഫൈ ഈ മൊബൈലുമായിട്ട് ആദ്യം കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ വൈഫൈ ഡയറക്റ്റ് ഓണാക്കിയതുകൊണ്ട് ഈ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്ററിൻ്റെ പേര് കാണിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യുക. മൊബൈലിൻ്റെ ഒന്ന് റീഫ്രഷ് ചെയ്യുക. അങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ ഒന്നുകൂടി റീഫ്രഷ് ചെയ്ത് നോക്കുക. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ഷോ ചെയ്യുന്നതാണ്. ഒന്ന് വെയിറ്റ് ചെയ്യുക. യെസ്, അപ്പോൾ അവിടെ താഴെ കണ്ടില്ലേ, ഡയറക്റ്റ് -QM-E അങ്ങനെ പറഞ്ഞ് തുടങ്ങുന്ന നമ്പർ കണ്ടില്ലേ, അതാണ് നിങ്ങളുടെ നിങ്ങളുടെ പ്രിൻ്ററിൻ്റെ വൈഫൈൻ്റെ പേര്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ ചോദിക്കും. ഈ മോഡലിൻ്റെ പാസ്വേഡ് എങ്ങനെ ഫൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ആ വീഡിയോ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ ഇതിൻ്റെ വൈഫൈ പാസ്വേഡ് കണ്ടെത്താം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പം നമ്മൾ ആ പാസ്വേഡ് അത് ഓരോരോ പ്രിൻ്ററിനും ഡിഫറെൻറ്റ് പാസ്വേഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് കണക്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ ആ പ്രിൻ്ററിൽ കണക്റ്റായി. ഇനി ആപ്ലിക്കേഷനിൽ മുകളിൽ കണ്ടില്ലേ, പ്രിൻ്റർ ഈസ് നോട്ട് സെലക്റ്റഡ് എന്നുണ്ടല്ലേ, അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കും. കണ്ടില്ലേ, അപ്പോൾ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ആയി കഴിഞ്ഞാൽ ഇത് കണക്റ്റഡ് ആയി എന്നാണ് ഈ ഒരു ഇതിൻ്റെ അർത്ഥം. ഇനി ജസ്റ്റ് മുകളിലെ മെയിൻ്റനൻസിൻ്റെ അവിടെയുള്ള ലെഫ്റ്റിലുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ല, അവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്, Epson L15150 പ്രിൻ്റർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്തത് കണക്റ്റായി എന്നുള്ളതാണ്. ഇനി നമുക്ക് ജസ്റ്റ് അത് കണക്റ്റഡ് ആണോ അല്ലേ എന്ന് അറിയാൻ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് സ്കാനർ ഗ്ലാസ്സിൽ പ്രിൻ്ററിൻ്റെ സ്കാനർ മൊഡ്യൂളിൽ ഞാനൊരു ചെറിയൊരു മാറ്റർ വെച്ചു. എന്നിട്ട് ഞാൻ ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്തു, താഴെ കണ്ടില്ലേ സ്കാൻ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടില്ലേ, ആ സ്കാൻ കൊടുത്തു. അപ്പോൾ ആ സ്കാനിൻ്റെ ഓപ്ഷൻ വന്നു, അവിടെ താഴെ സ്കാൻ എന്നുള്ളത് കണ്ടു. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് സ്കാൻ കൊടുത്തു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു മോഡലിന് 2 സ്കാനിങ് സെക്ഷൻ വരുന്നുണ്ട്. അതായത് ഒരു ADF-ഉം വരുന്നുണ്ട്, ഒരു നോർമൽ സ്കാനിങ് യൂണിറ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കാനിങ്ങിൻ്റെ സെറ്റിങ്സ് പോയിട്ട് നമ്മൾ ഇതേപോലെ ഡോക്യുമെൻ്റ് ടാബ് എന്നുള്ളത് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ADF യൂണിറ്റിലാണ് നമ്മൾ പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഡോക്യുമെൻ്റ് ടാബിലാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് അത് ഡോക്യുമെൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്തപ്പോൾ സ്കാനിങ് നടക്കുന്നുണ്ട്. സോറി, ഞാൻ വെച്ചത് ഉള്ളിൽ സൈഡ് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. യെസ്, ഞാൻ പേപ്പർ സ്കാനർ ഗ്ലാസ്സിൽ ശരിക്ക് കറക്റ്റ് മാറ്റർ ഡോക്യുമെൻ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സ്കാൻ കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ആ സ്കാനർ ഗ്ലാസ്സിൽ കൊടുത്ത മാറ്ററാണ് നമുക്ക് നമ്മുടെ മൊബൈലിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ മേലെ പ്രിൻറ്റ് ഫോട്ടോസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് നമ്മളെ ഗ്യാലറിയിലെ ലിസ്റ്റുകൾ കാണിക്കും. അതായത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഏത് മാറ്ററാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്താണ്ട് പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ്റും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Thanks
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കമൻറ്റും ചെയ്യുക. ഓക്കെ, ബൈ ബൈ.